സിന്ദാബാദ്. നാട്ടുകാരെ വോട്ടർമാരെ, നാട്ടുകാരെ വോട്ടർമാരെ, നിങ്ങളറിഞ്ഞോ തട്ടിപ്പ്, നിങ്ങളറിഞ്ഞോ തട്ടിപ്പ്, വോട്ടർ പട്ടികയിൽ തട്ടിപ്പ്. നമസ്കാരം. കിഴക്കമ്പലം 2020 ഭരണസമിതിക്കെതിരെ വോട്ട് കൊള്ള നടത്തിയെന്നാരോപിച്ചും വികസന മുരടിപ്പിനുമെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും കോൺഗ്രസ് മൈനോറിറ്റി സെൽ ചെയർമാനും പെരുമ്പാവൂർ നഗരസഭാ മുൻ ചെയർമാനുമായ ശ്രീ TM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ജനാധിപത്യം സൃഷ്ടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണെന്നും അതിനായി ജീവൻ നൽകിയും ത്യാഗം സഹിച്ച നിരവധി നേതാക്കളെ നാം അനുസ്മരിക്കണമെന്നും ജനാധിപത്യം നിലനിർത്തി രാജ്യത്തിന്റെ സാഹോദര്യം നിലനിർത്തണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പോഴും വികസനം നടത്തിയിട്ടില്ലെന്നും ഇപ്പോഴും മുൻപ് കോൺഗ്രസ് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ പോളിഷ് മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും പ്രസിഡന്റ് ശ്രീ സജി പോൾ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി നിരവധി കള്ളപ്പേരിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച് കള്ളവോട്ട് ചെയ്യിച്ചും CPM കൂട്ടുകെട്ടുമാണ് 2020 ഭരണം നിലനിർത്താൻ സാധിച്ചതെന്ന് ഏലിയാസ് കാരിപ്ര പറഞ്ഞു. DCC സെക്രട്ടറി MP രാജൻ, റഷീദ് കാച്ചാങ്കുഴി, ബാബു സൈദാലി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അജാസ് മുഹമ്മദ്, വാർഡംഗങ്ങളായ അസ്മ അലിയാർ, യൂനസ് മീദിയൻ, അനീഷ് കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. NM മുഹമ്മദ്, ജോളി ബേബി, MA വർഗീസ്, നവാസ് NV, മാത്തുക്കുട്ടി, MD എൽദോ, സബിത അലിയാർ, സലോമി സണ്ണി തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സായാഹ്ന ധർണയുടെ വിഷയത്തെക്കുറിച്ച് ഇനിയൊരു സുദീർഘ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അജാസിൻ്റെയും സജിയുടെയും പ്രസംഗത്തിൽ നിന്ന് ബോധ്യം. ഇനിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ജില്ലാ സെക്രട്ടറി ആചാര്യനടക്കം, ഇല്യാസിനടക്കം ഒട്ടനവധി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ എല്ലാം സംസാരിക്കാനുണ്ട്. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വോട്ട് ചോരിയുടെ വിഷയം ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുക. ലോകത്തിന് സമാനതകളില്ലാത്ത ജനാധിപത്യത്തിന്റെ ശ്വാസം അത് ഇന്ത്യയുടെ സ്വതന്ത്ര സമര കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മൂല്യം. 10-ാം വാർഡിലെ 13-ാം നമ്പർ വീട്, ആ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്ന എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ കയ്യിൽ പഞ്ചായത്തിന്റെ അസസ്മെന്റ് രജിസ്റ്ററുണ്ട്. ഈ പഞ്ചായത്തിന്റെ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം 10-ാം വാർഡിലെ 13-ാം നമ്പർ വീട് ശ്രീ MC ജേക്കബ് സാബുവിന്റെ പിതാവിന്റെ പേരിലുള്ള വീടാണ്. ആ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വിരോധാഭാസം. അതാണ് കോൺഗ്രസ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3000-ൽ പരം കള്ളവോട്ട് ചേർത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞങ്ങള് അവസാനം വരെ പോരാടി. പക്ഷെ പണസ്വാധീനത്താലും അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന രാഷ്ട്രീയ സ്വാധീനത്താലും അന്ന് നമ്മൾ കൊടുത്ത അപേക്ഷകൾ നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ സാബു M ജേക്കബിന്റെ ക്രമ നമ്പർ 52 ബോബിയുടെ ക്രമ നമ്പർ 53, ബോബിയുടെ ഭാര്യയുടെ ക്രമ നമ്പർ 54, സാബുവിന്റെ ഭാര്യയുടെ ക്രമ നമ്പർ 55. ഇത് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ 50-ാമത്തെ ക്രമ നമ്പറായിട്ട് നമ്മളിവിടെ കാണുന്നത് ഉമാകാന്ത് GS എന്നാ പറഞ്ഞൊരു വോട്ടറെയാണ് കാണുന്നത്. ഈ സാബുവിന് ഏത് ബന്ധത്തിലുള്ളവരാണ് നമുക്ക് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ ഇടയ്ക്ക് DNA ടെസ്റ്റിന്റെ കാര്യമൊക്കെ സാബു മാർക്സിസ്റ്റ് പാർട്ടിയുടെ DNA ടെസ്റ്റ് പരിശോധിക്കുന്ന കാര്യം പറഞ്ഞു. സാബുവിന്റെ DNA ടെസ്റ്റ്, കുടുംബത്തിന്റെ DNA ടെസ്റ്റ് പരിശോധിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു. അപ്പൊ ഇവിടെ ആകെ ഇപ്പൊ കൺഫ്യൂഷനാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് കള്ളവോട്ടാണ്. 50-ാം നമ്പർ വോട്ടും 51-ാം നമ്പർ വോട്ട് ശോഭന ഉമാകാന്തിന്റെയാണ്. ഇതിങ്ങോട്ട് പോരുമ്പോൾ ഏറ്റവും അവസാനമായി നമ്മുടെ ഈ കിഴക്കമ്പലം ഇങ്ങനെയല്ലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ച ശ്രീ MP രാജന്റെയും ശ്രീമതി ജോളി ബേബിയുടെയും നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതികളാണ് കിഴക്കമ്പലത്തെ ഇന്ന് കാണുന്ന ഈ വികസന കുതിപ്പിന് തുടക്കം കുറിച്ചത്. ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന ഈ കൊച്ചു പഞ്ചായത്തിൽ അനധികൃതമായി ഓരോ വാർഡുകളിലും കമ്പനി തൊഴിലാളികളെ വോട്ടർമാരാക്കിക്കൊണ്ട്
നടത്തിയ ഒരു വലിയ തട്ടിപ്പിനെ പറ്റിയാണ് ഇവിടെ തെളിവ് സഹിതം അദ്ദേഹം വോട്ടർ പട്ടിക ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കിഴക്ക് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.